ഹലോ, ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വരികിൽ എൻ്റെ പേര് അഞ്ജലി എന്നാണ്, അഞ്ജലി പ്രേംജിത്ത്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ഡ്രീം നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, മാരീഡ് ലൈഫിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇണങ്ങിയ ഒരാളെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇഷ്ട വ്യക്തിയെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക, എങ്ങനെ ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. വിവാഹം നടക്കുന്നില്ലാത്തവർക്ക്, വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊന്നും ശരിയാകുന്നില്ല, അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ എനിക്ക് പെൺകുട്ടികളുടെ അടുത്താണെങ്കിലും ആൺകുട്ടികളുടെ അടുത്താണെങ്കിലും എസ്പെഷ്യലി പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തില് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ അവസാന വാക്കല്ല വിവാഹം എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രായം കഴിയുമ്പോൾ തുടങ്ങി എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, വിവാഹമൊന്നും ആയില്ലേ, ഒന്നും ശരിയായില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. എന്താ പ്രശ്നം? കുറെ കഴിയുമ്പോഴത്തേക്കും വിവാഹം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ചെറുക്കനായാലോ പെണ്ണിനായാലോ. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനം എടുത്തു നിങ്ങളെന്നിരിക്കട്ടെ, ആ തീരുമാനത്തിന് പിന്നിൽ ഒരിക്കലും ഇതുപോലെ സമൂഹം നിങ്ങളെ കമ്പൽ ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്തു എന്നുള്ളൊരു കാരണത്താലോ ഒന്നും ആയിരിക്കരുത് നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില്, അതായത് ഒരു ലൈഫ് പാർട്ട്ണർ, ജീവിതം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു തുണ വേണം, ഒരു കൂട്ട് വേണം. അത് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ആള് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോൾ ബോധ്യപ്പെടുന്നുവോ ആ ടൈം ആയിരിക്കണം ശരിക്കും നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. അല്ലാതെ അതിന് 18 വയസ്സ് 19 വയസ്സ് 22 വയസ്സ് അങ്ങനെ ഒന്നും ഒരു ഏജ് ഇല്ല. 28 വയസ്സായാലും ചിലപ്പോൾ 35, ചിലപ്പോൾ 40 വയസ്സിലായിരിക്കാം. എപ്പോഴാണോ നിങ്ങൾക്കൊരു തുണ വേണം എന്ന് തോന്നുന്നത്, അതിനകത്ത് വീട്ടുകാരുടെ കമ്പൽഷനോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒന്നുമല്ല അവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇനി എന്താണ് വിവാഹം എന്ന് പറയുന്നത്? നമ്മള് പണ്ട് കാലങ്ങളിൽ പുരാണങ്ങളിലൊക്കെ മാംഗല്യം എന്നുള്ളൊരു വാക്ക് അതിനായിട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ. മനസ്സാൽ വരിച്ചാൽ അത് മാംഗല്യമായി കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെതായ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എങ്കിൽ പോലും മനസ്സിന് ഒരു സ്ത്രീ ഒരു പുരുഷനെ വരിച്ചു, ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞാൽ അവിടെ മാംഗല്യമായി കഴിഞ്ഞു, അവിടെ ഭാര്യ ഭർത്താവായി കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പിന്നീട് അത് വന്ന് പല പേരുകളിൽ, പരിണയം അല്ലെ, വിവാഹം, വേളി, ഇങ്ങനെ ഓരോ പേരുകളിൽ ഇതൊക്കെ അറിയപ്പെടുന്നു. നിക്കാഹ്, ഓരോ മതസ്ഥരും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ. അൾട്ടിമേറ്റ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മാത്രം അതിനകത്ത് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു സെൻസില് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിവാഹം എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പേഴ്സൺസ്. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാർ മാത്രമാണ് വിവാഹം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, 2 വ്യക്തികൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആണും പെണ്ണുമാകാം, ആണുമാകാം, പെണ്ണുമാകാം. ഓക്കെ, നമ്മുടെ ലൈഫിനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ, നമുക്ക് വളരെ കമ്പാനിയനായിട്ട്, നമുക്കൊരു തുണയായിട്ട്, നമുക്ക് സന്തോഷവും സമാധാനവും നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, അങ്ങനെ സാധിക്കും ഉറപ്പുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ അവിടെ ഡിവോഴ്സിന്റെ ഒരു ആവശ്യകത ഉണ്ടാകുന്നില്ല. ഇപ്പൊ വിവാഹം കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം സ്ത്രീകൾക്ക് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ. അതായത് എത്രയോ മരണങ്ങൾ നമ്മൾ കാണുന്നു, സ്ത്രീധനത്തിന്റെ പേരിലും ഒക്കെ ആയിട്ടും. എല്ലാം ഏറ്റവും കൂടുതൽ സ്ത്രീധനം കൊടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൊടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫാമിലിയിലേക്ക്, ഏറ്റവും നല്ല ജോലിയുള്ള എന്ന് വേണ്ട, അച്ഛന്റെ അമ്മയുടെയും മനസ്സിൽ ഇതിനേക്കാൾ ബെറ്റർ ഇനി കിട്ടാനില്ല എന്ന് കരുതി കൊടുക്കുന്നതൊക്കെയും ചെന്ന് അവസാനിക്കുന്നത് 2, 3 അല്ലെങ്കിൽ ഏകദേശം ഒരു 5-6 വർഷത്തിനപ്പുറം ഒരു കുരുക്ക് കയറലായിരിക്കും. അപ്പോ ഈ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുമാണ്. അത് പെൺകുട്ടികളെന്നില്ല, ഇപ്പൊ എനിക്ക് 2 ആൺകുട്ടികളാണ്. എന്നിരുന്നാൽ പോലും അവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്,
ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, ലൈഫിന്റെ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സമയം വേണം. അപ്പൊ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ട് ഒരു 3 മാസം 6 മാസം കണ്ടു, ഫോണിൽ സംസാരിച്ചു എന്നൊന്നും കരുതിക്കൊണ്ട് നമ്മൾ എപ്പോഴും മറ്റൊരാളെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് പ്രേമിക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ എല്ലാം നമ്മുടെ പോസിറ്റീവ് സൈഡായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക, അല്ലേ? ഇപ്പോ ഒരു റിയാലിറ്റി ഷോയിലേക്ക് ആണെങ്കിലും 100 ദിവസം അവരെ ഒരുമിച്ച് ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ 100 ദിവസം ഒരാൾക്കും അഭിനയിക്കാൻ പറ്റില്ല കൂടെ ജീവിക്കുമ്പോൾ. നമ്മുടെ നെഗറ്റീവ്സ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളുടെ പുറത്തേക്ക് വരും. ഓക്കെ എന്ന് പറയുന്ന പോലെ ശരിക്കും പാശ്ചാത്യ നാടുകളിലെ പോലെ ലിവിങ് ടുഗദർ അതൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വന്ന് ചീത്ത പറയാനായിട്ട് തുടങ്ങും. കേരളമാണ്, ഇന്ത്യയാണ്, നമുക്ക് അങ്ങനെയുള്ള സംസ്കാരം ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ആ സംസ്കാരത്തിന്റെ ഒക്കെ ലാസ്റ്റ് പോകുന്നത് 10 ൽ 8 പേരും ഡിവോഴ്സ് ചെയ്യുന്ന സംസ്കാരത്തിലേക്ക് തന്നെയല്ലേ എത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താ കാരണം? അപ്പോ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും അവിടെ ഇന്റർമീനിങ് എടുക്കേണ്ട ആവശ്യകതയില്ല. ആ വ്യക്തിയെ നമ്മൾ കണ്ടും മനസ്സിലാക്കിയും കൂടെ ജീവിച്ചു കഴിയുമ്പോഴാണ് 1-2 വർഷം എടുക്കും ചിലർക്ക് 5-6 മാസം കൊണ്ട് തന്നെ മറ്റൊരാളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ ലൈഫിന് ഏറ്റവും കൂടുതൽ അർത്ഥം ഉണ്ടാവുന്നത്. അല്ലാതെ വെറുതെ ജാതകം നോക്കി അതിൽ ചേർന്നു 10 ൽ 10 പൊരുത്തമുള്ളത് എത്രയോ എണ്ണം ഫ്ലോപ്പ് ആകുന്നുണ്ട്. ഈ ജാതകങ്ങൾ തമ്മിൽ തൊടിയിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ജാതകക്കാര് എത്രയോ നല്ല രീതിയിൽ ജീവിച്ചും പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ഒരു വിശ്വാസം മാത്രമായിട്ട് എടുക്കുക. കേവലം ജാതകങ്ങളുടെ പൊരുത്തമല്ല. പ്രേമിക്കുമ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിന്റെ പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തമെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. പ്രേമിച്ച് വിവാഹം കഴിച്ചവര് പോലും ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതെനിക്ക് പറ്റിയതല്ല എന്ന് തോന്നിയിട്ട് അവർ ഡിവോഴ്സ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെ അട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. ഒരു മാരീഡ് ലൈഫ് സക്സസ് ആകണമെങ്കിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ്. അല്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചേക്കുന്ന ആൾക്ക് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടോ, അത്രയും ലക്ഷക്കണക്കിന് രൂപ സാലറി ഉള്ള ഒരു വ്യക്തിയാണോ, ആൾക്ക് BMW ഉണ്ടോ, ഇതൊന്നും അല്ല ഒരു മാരീഡ് ലൈഫ് സക്സസ് ആകാനുള്ള എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ആ വിവാഹ ജീവിതത്തില് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ എത്രത്തോളം മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ ഒരു സമാധാനം അവർക്കുണ്ട്, അതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോ 1 രൂപ പോലും അവർക്ക് സേവിങ്സ് ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ വളരെ എന്താ പറയുക വലിയ മെച്ചപ്പെട്ട ജോലിയോ കാര്യങ്ങളോ ആയിരിക്കില്ല. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരിലും അതുപോലെ നോക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ പറയില്ലേ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം എന്ന് പറയുന്നത്. കാരണം ഒരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്ന 2 തലങ്ങളിലാണ്. 2 പേരുടെയും ക്യാരക്ടർ 2 രീതിയിലാണ്. സ്ത്രീകൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? നല്ലൊരു കെയറിങ് വേണം, അല്ലെ? ഹസ്ബൻഡിൽ നിന്ന് നല്ല കെയറിങ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പുരുഷന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്ന അവർക്കൊരു സപ്പോർട്ടാണ്. അപ്പൊ ഈ 2 രീതിയിലും ഒരു വൈഫ് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തും ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നതിനെ കെയർ ചെയ്തുമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അത് ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഹസ്ബൻഡും വൈഫും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയോ? ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഈഗോ ഇല്ല, അസൂയയില്ല, അസൂയ കുശുമ്പ ഈഗോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് എന്തുണ്ടെങ്കിലും, ഇപ്പൊ ദേഷ്യമാണെങ്കിൽ ദേഷ്യം അവർക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കും. സന്തോഷിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളത്, പിണക്കം ഇതൊക്കെ സ്വാഭാവികമാണ്. ഏത് ഫ്രണ്ട്ഷിപ്പിലാണ് ഇതൊക്കെ ഇല്ലാത്തത്? അപ്പൊ നമ്മളൊരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ ആ കൈകാര്യം ചെയ്യുന്ന റോള് മാത്രമാണ്. പക്ഷെ അവർക്കിടയിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് ഫാമിലി സ്പേസ്. എപ്പോഴും നമ്മൾ പറയില്ലേ ചില ആളുകളെ ഫാമിലി മെൻ ആണെന്ന് പറയില്ലേ, അതായത് കുടുംബം എന്ന് പറയുന്നതിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിട്ട് എങ്ങും പോവുക തന്നെയില്ല. ഇതുപോലെ തന്നെയാണ്. അപ്പൊ ആ വൈഫും ഹസ്ബൻഡും അവരുടെ മാരീഡ് ലൈഫിൽ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ലൊരു ഫാമിലി സ്പേസ് കൊടുക്കുന്ന ഒരാളാണോ. അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനോടൊപ്പം പേഴ്സണൽ ലൈഫിനും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് ആ ലൈഫിന് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കണം, കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഒരു സന്തോഷം സമാധാനം നിലനിർത്താൻ പറ്റുന്നതായിരിക്കണം. അതിലൊക്കെ ഉപരിയാണ് റെസ്പെക്റ്റ് കൊടുക്കുക, ഒരു വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് കൊടുക്കുക മാത്രമല്ല, കൊടുക്കുമ്പോഴാണ് അത് കിട്ടുന്നത്.
ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഭർത്താവിന്റെ കാല് തൊട്ട് വന്നിച്ച് ഒന്നും വേണ്ട, അതൊന്നും ആയിട്ടല്ല പറയണേ. റെസ്പെക്ട് എന്ന് പറയണേ അതിനകത്തൊന്നും നമ്മൾ ഒരു ഷോ ഓഫും കാണിക്കേണ്ട ആവശ്യകതയില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അത് റെസ്പെക്ട് ആയി കഴിഞ്ഞു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് റെസ്പെക്ട്, അത് തന്നെയാണ് നമ്മളൊരു വാല്യൂ. ഇപ്പൊ വാല്യൂ എന്ന് പറയാൻ നമ്മൾ പറയില്ലേ, നമുക്കൊരു വില കൽപ്പിക്കുക എന്ന് പറയും. നിസ്സാരം പറയുകയാണെങ്കിൽ ഒരു ക്ഷണിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോവില്ല, അത് നമുക്ക് നമ്മളോടുള്ള ഒരു വിലയാണ്. നമ്മളെ ക്ഷണിക്കാത്തടത്ത് നമ്മൾ എന്തിനു പോണു? നമ്മളെ വേണ്ടാത്ത ഒരാളെ നമ്മൾ എന്തിന് കരുതുന്നു? ഓക്കെ, പോവാൻ പറ, അത്രയേ ഉള്ളൂ. അത് നമുക്കൊരു വില കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇതുപോലെ തന്നെ ആയിരിക്കണം ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും പരസ്പരം വാല്യൂ അവര് വില കൽപ്പിക്കുന്നതും അതുപോലെ റെസ്പെക്ട് ചെയ്യുന്നതും. എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കിടയിൽ ഒരു പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്നതായിരിക്കണം ഓരോ ബന്ധങ്ങളും. ഓക്കെ, ഒരാളെ വളർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കണം, തളർച്ചയിലേക്ക് എത്തിക്കുന്നതായിരിക്കരുത് ഒരു ബന്ധങ്ങളും. അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും ശരി. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതം ഏറ്റവും ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കണ്ടെത്തുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ രണ്ട് വ്യക്തികളൊക്കെയാണ്, ചിലപ്പോൾ അവരുടെ ഫാമിലി തമ്മിൽ ചേർന്നു എന്ന് വരില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പയ്യൻ ഓക്കെയാണ്, പക്ഷെ അവന്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ എന്ന് പറയുന്നത് കുറച്ച് മോശമാണ്, മോശം ബിഹേവിയർ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു കാരണത്താൽ വിവാഹം വേണ്ട, കാരണം വീട്ടുകാർ അത്ര ഇതില്ല എന്ന് കരുതിക്കൊണ്ട് കാര്യമില്ല. ഈ രണ്ട് പേര് തമ്മിലുള്ള ലൈഫാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ കുടുംബക്കാര് തമ്മിലൊക്കെ ചേരും, അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ജീവിക്കുന്നത് ഈ ഹസ്ബൻഡും വൈഫുമാണ്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവരെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക? രണ്ട് ഫാമിലി തമ്മിൽ ചേർന്നിട്ട് കാര്യമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ യുണൈറ്റ് ആകാനായിട്ട് സാധിക്കണം, അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അതാണല്ലോ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് എങ്കിലോ, ഇല്ലെങ്കിൽ വിവാഹമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഇതുപോലെ സന്തോഷകരമായിട്ടും സമാധാനപരമായിട്ടും പോകാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി ലൈഫിന് വേണ്ട ഗുണങ്ങളുള്ള പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, ഏതൊക്കെ നമ്മൾ മാരീഡ് ലൈഫ് സക്സസ് ആവാൻ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ ഫാമിലി സ്പേസിന്, ഒരു പേഴ്സണൽ ലൈഫിന് പ്രാധാന്യം കൊടുക്കണം. മറ്റൊരാളുടെ പേഴ്സണൽ ഗ്രോത്തിനെ കാരണക്കാരാകുന്നവരായിരിക്കണം. സന്തോഷവും സമാധാനവും നൽകുന്നവരായിരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ അവരുടെ ലൈഫിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇനി അതിനായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം 777 ടെക്നിക്കും അതുപോലെ സ്ക്രിപ്റ്റിംഗ് മെത്തേഡും. ഇത് രണ്ടുമാണ് വിവാഹം അല്ലെങ്കിൽ ഇഷ്ട വ്യക്തിയെ ആകർഷിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇതില് 777 എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത് ആസ്ട്രോളജി ഒക്കെ പ്രകാരം, ഞാൻ അതിലത്തെ ഒരുപാട് വിശ്വസിക്കുന്ന ആളൊന്നും അല്ല, എന്നിരുന്നാൽ പോലും 7 ദാമ്പത്യത്തിന്റെ ഒരു സ്ഥാനമാണ്, മംഗല്യഭാവമാണ് 7 എന്നുള്ളതിൽ പറയുക. അപ്പോ 777 എന്ന് പറയുമ്പോൾ തുടർച്ചയായ 7 ദിവസം 77 തവണ നിങ്ങളൊരു അഫർമേഷൻ ആയിട്ട്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാനും ഇന്ന വ്യക്തിയും തമ്മിലുള്ള വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി എല്ലാവരുടെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായിട്ട് നടന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോ ഇനി അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വ്യക്തിയുമായിട്ടുള്ള, ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഉള്ള, ഞാൻ പറഞ്ഞില്ലേ ഒരു മാരീഡ് ലൈഫ് സക്സസ് ആകാനായിട്ടുള്ള യോഗ്യതയുള്ള എല്ലാം തികഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ 77 തവണ എഴുതുക. ഇത് തുടർച്ചയായിട്ട് അത് ചെയ്യുമ്പോൾ അതിനിടയിൽ എഴുന്നേറ്റ് പോകുക എന്നിങ്ങനെ ഒന്നും ചെയ്യരുത്. ഏകദേശം നിങ്ങൾക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്, അതായത് തുടർച്ചയായ 7 ദിവസങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് എഴുതുക. അത് വിഷ്വലൈസ് ചെയ്യുക, കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വീണ്ടും വിഷ്വലൈസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും 77 തവണ എഴുതുക. ഇങ്ങനെ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യണം. 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം സ്കിപ്പ് ആയാൽ അടുത്ത ഡേ 1 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആ കറക്റ്റ് ഫോക്കസ് കിട്ടാനും ആ എനർജി ലെവൽ നിങ്ങളിൽ നിലനിർത്താനും വേണ്ടിയിട്ടാണ് അത് അടുപ്പിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം സ്ക്രിപ്റ്റിംഗ് ആണ്.
നമ്മൾ സിനിമ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള വിവാഹം ഇന്ന വർഷം ഇത്രാം ദിവസം, നമ്മൾ തന്നെ ഒരു മാസം ദിവസമൊക്കെ നിശ്ചയിക്കുന്നു. നമ്മൾ തന്നെ വീട്ടിൽ അവർ വരുന്നതായിട്ട്, സംസാരിക്കുന്നതായിട്ട്, അന്ന് നിങ്ങളിട്ട ഡ്രസ്സ്, കാര്യങ്ങള്, നിങ്ങൾ പറഞ്ഞ സംസാരങ്ങള്, അതുപോലെ നിങ്ങൾ അവിടേക്ക് പോകുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെയുള്ള കാര്യങ്ങൾ, വിവാഹ ശേഷമുള്ള നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ ട്രിപ്പ് പോകുന്നത്, നിങ്ങളുടെ ഒരുമിച്ചുള്ള യാത്രകൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ ഒക്കെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ട് അത് എഴുതി ഒറ്റ തവണ, സ്ക്രിപ്റ്റിംഗ് ആകുമ്പോൾ ഒരു തവണ എഴുതിയാൽ മതി. ഒരു കഥ പോലെ നിങ്ങളുടെ ജീവിതം അത് എഴുതുക, ഒരു സിനിമ പോലെ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ കിടന്നുറങ്ങുക. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. എഴുതുന്നത് ഒറ്റ തവണ എഴുതിയാൽ മതി ബുക്കിൽ. പിന്നെ നിങ്ങൾക്ക് അത് വായിക്കാം, അത് വിഷ്വലൈസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിട്ടുള്ള ആകർഷണ നിയമം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തും പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിന്റെ അവസാന വാക്കല്ല. നമുക്ക് ചേരില്ല എന്ന് തോന്നുന്ന ഒരു ബന്ധവും നമ്മളെ വ്യക്തിപരമായി നമ്മളെ വളർത്തുകയല്ല, തളർത്തുകയാണെന്ന് തോന്നുന്ന എവിടെയും നിങ്ങൾക്ക് നോ പറയാനും നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാനുമുള്ള റൈറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏത് ബന്ധമാണെങ്കിലും നമുക്കത് മുന്നോട്ട് നിലനിൽക്കണമെങ്കിൽ സ്നേഹം എന്ന് പറയുന്നതാണ് ഇതിന്റെ ബേസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം. പരസ്പര സ്നേഹം, വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഭാര്യ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഭർത്താവിന് തിരിച്ചില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഭർത്താവ് ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഭാര്യയ്ക്ക് തിരിച്ച് കാര്യമില്ല എങ്കിലും അത് വിജയിക്കില്ല. അപ്പൊ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മാരീഡ് ലൈഫ് സക്സസ് ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയും. അതിനകത്ത് ജാതിയില്ല, മതമില്ല, ജാതകപ്പൊരുത്തമില്ല, ഏജ് ഇല്ല, യാതൊരു ബാരിയറും യാതൊരു ലിമിറ്റേഷനും ഇല്ലാത്ത ഒരു ബന്ധമാണ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ സമൂഹം കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തി ഏത് ഏജിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നുവോ ആ വിവാഹം എന്ന് പറയുന്നത് അവരവരുടെ സ്വന്തം തീരുമാനമായിരിക്കണം. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴുത്ത് നീട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിരാശപ്പെടേണ്ടതായിട്ട് വരും. നാളെ ഒരു കാലത്ത് ആ വീട്ടുകാർക്കും നിരാശപ്പെടേണ്ടതായിട്ട് വരും. അതാണല്ലോ നമ്മൾ ഈ ന്യൂസുകളിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും. അപ്പൊ അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ. എല്ലാവരുടെ ലൈഫിലും അവരാഗ്രഹിക്കുന്ന പോലുള്ള ഒരു നല്ലൊരു പങ്കാളി അവർക്ക് ലഭിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്